ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 25-ാം അധ്യായം. മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് നൽകുന്ന നിയമം ഇതാണ്: രണ്ടുപേർ തമ്മിൽ വഴക്കുണ്ടായാൽ അവർ ന്യായാധിപൻ്റെ അടുത്ത് സമീപിക്കണം. ന്യായാധിപൻ അവർക്ക് ശിക്ഷ വിധിക്കണം. അവർക്ക് നൽകേണ്ട ശിക്ഷ ചാട്ടവാറുകൾ കൊണ്ടുള്ള അടികളാണ്. അത് ചെയ്ത തെറ്റിനനുസരിച്ച് അടി കൊടുക്കണം. പക്ഷേ പരമാവധി കൊടുക്കാവുന്ന അടി 40 അടിയാണ്. അപ്പോൾ നമ്മുടെ കർത്താവിനെയും അങ്ങനെ ചാട്ടവാറിന് അടിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. അന്നത്തെ ഒരു കുറ്റവാളികൾക്ക് നൽകുന്ന ഒരു ശിക്ഷയായിരുന്നു അത്. 40-ൽ കൂടുതൽ അവനെ അടിച്ചാൽ അവനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരുവൻ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിന്ദിക്കാൻ പാടില്ല. ചെയ്ത തെറ്റിന് തക്കതായ ശിക്ഷ കൊടുക്കുക എന്ന് മാത്രം. ഇനി അതിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: മെതിക്കുന്ന കാളയുടെ വായ മൂടിക്കെട്ടരുത്. ഇതിനു മുൻപും മോശ ഇത് പറഞ്ഞ് നമ്മൾ വായിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹായും ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെടുന്നവരെ കരുതുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്രകാരം നമ്മൾ വായിച്ചിട്ടുണ്ട്. കാരണം മെതിക്കുന്ന കാളയ്ക്ക് അതിൻ്റെ കച്ചി തിന്നാനുള്ള അവകാശം അവയ്ക്കുണ്ട്. അതിൻ്റെ വായ മൂടിക്കെട്ടുക എന്നുള്ളത് ശരിയല്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വേല ചെയ്യുന്നവന് അതിൻ്റെ കൂലി കൊടുക്കണമെന്നർത്ഥം. 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഭർത്തൃ സഹോദര ധർമ്മത്തെക്കുറിച്ചിവിടെ പറയുന്നു. അതായത് അക്കാലങ്ങളുണ്ടായിരുന്ന ദേവര ധർമ്മം അഥവാ ലിബറേറ്റ് മാരേജ്. ഒരു മനുഷ്യൻ വിവാഹിതനായി മക്കളില്ലാതെ മരിച്ചാൽ മരിച്ചവൻ്റെ സഹോദരൻ മരിച്ചവൻ്റെ ഭാര്യയിൽ മരിച്ചവൻ്റെ പേരിൽ മക്കളെ ജനിപ്പിക്കണം. കാരണം മക്കളില്ലാതെ മരിക്കുന്നത് ശാപമായോ അല്ലെങ്കിൽ അപമാനമായോ അക്കാലങ്ങളിൽ ജനം ഇത് കരുതിയിരുന്നു. കാരണം മരിച്ചവൻ്റെ പേര് ഭൂമിയിൽ നിലനിർത്താൻ വേണ്ടിയാണ് അപ്രകാരം ചെയ്യേണ്ടത്. അങ്ങനെ ഏതെങ്കിലും ഒരു സഹോദരൻ അങ്ങനെ ചെയ്യാൻ മടിച്ചാൽ ആ ഭർത്താവ് മരിച്ച സ്ത്രീ അവൻ്റെ ആ ചെരുപ്പഴിക്കുകയും അവൻ്റെ മുഖത്ത് തുപ്പുകയും അവൻ ചെരുപ്പ് അഴിക്കപ്പെട്ടവൻ എന്ന സമൂഹത്തിൽ അറിയപ്പെടുകയും ചെയ്യും. കാരണം ആ സ്ത്രീക്ക് ലഭിക്കേണ്ട അവകാശം അവൻ നൽകിയില്ല എന്നുള്ളതാണ് അതിന് കാരണം. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യഹൂദ താമാർ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. യഹൂദയുടെ മരുമകളായിരുന്നല്ലോ താമാർ. ഭർത്താവ് മരിച്ചപ്പോൾ ഇളയ മകനെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ഓനാൻ അത് സമ്മതിച്ചില്ല. അതിനുശേഷം ഇളയ മകനും അതിന് അങ്ങനെ ചെയ്യാതെ വന്നപ്പം അതിന് പകരമായി ഇത് താമാർ ചെയ്തത് നമുക്കറിയാം. യഹൂദായെ കബളിപ്പിച്ച് യഹൂദായിൽ നിന്ന് ഗർഭം ധരിക്കുകയും ഒക്കെ ചെയ്ത സംഭവം 38-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പം അന്ന് യഹോവയായ ദൈവം കൊടുത്ത ഒരു നിയമമായിരുന്നത്. കാരണം ആ സമൂഹത്തിൽ അവർക്ക് മാന്യത ലഭിക്കുന്നതിന് വേണ്ടി, നിന്ദിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ചെയ്ത ഒരു നിയമമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു ചിന്തയോ അങ്ങനെ ഒരു പ്രവർത്തന രീതിയോ നമുക്കില്ല. സഹോദരൻ മരിച്ചാൽ മൂത്തയാളാണെങ്കിൽ അമ്മയെപ്പോലെയും ഇളയ ആളാണെങ്കിൽ സഹോദരിയെപ്പോലെയും ഒരു കരുതുന്ന രീതിയാണ് ക്രൈസ്തവ സമൂഹത്തിൽ നമുക്ക് പൊതുവേ ഉള്ളത്. പഴയ നിയമകാലത്തെ ഒരു രീതിയായി മാത്രം നമുക്കിതിനെ കാണാവുന്നതാണ്. 11 മുതലുള്ള വാക്യങ്ങളിൽ വിവിധ നിയമങ്ങൾ കൊടുക്കുന്നതായി കാണുന്നു. 2 പുരുഷന്മാർ തമ്മിൽ സണ്ട കൂടുമ്പോൾ തൻ്റെ ഭർത്താവിനെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഒരു സ്ത്രീ വന്ന് അവരെൻ്റെ വൃഷണത്തിൽ സ്പർശിക്കുന്ന അനുഭവം ഉണ്ടായാൽ ആ കൈവെട്ടിക്കളയണം. അതുപോലെ തന്നെ 2 തൂക്കങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. 2 അളവുകൾ ഉണ്ടാകാൻ പാടില്ല. സത്യസന്ധമായും ഒക്കെ കാര്യങ്ങൾ അളന്നും തൂക്കിയും കൊടുക്കുവാൻ സാധിക്കണം.
സദൃശവാക്യം നമ്മൾ വായിക്കുന്നു, കള്ളത്തുലാശ് യഹോവയ്ക്ക് വെറുപ്പ്, ഒത്തപടിയോ അവന് പ്രസാദം. എന്ന് പറഞ്ഞാൽ ആരെയും നമ്മൾ ചീറ്റ് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. ഒരുവനെ കബളിപ്പിക്കുക എന്നുള്ളത് അത് ഒരിക്കലും അത് അനുവദിക്കുന്ന കാര്യമല്ല. എന്നാൽ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇപ്രകാരമുള്ള ചീറ്റിംഗ് ആണെന്ന് നമുക്കറിയാം. വിവിധ രീതിയിൽ, അളവിലും തൂക്കത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും എല്ലാ മേഖലകളിലും ഈ കബളിപ്പിക്കൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് നിയമം കൊടുക്കുന്നത്? സന്തോഷത്തോടും സമാധാനത്തോടും എല്ലാവരും ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവം സത്യമാണ്. ആ സത്യവാനായ ദൈവത്തിൻ്റെ നാമത്തിൽ ഭൂമിയിൽ ജീവിക്കുന്നവർ ഒരിക്കലും ഇങ്ങനെയുള്ള കബളിപ്പിക്കൽ ആരെയും നടത്താൻ പാടില്ല. അത് വാക്കിലായാലും പ്രവൃത്തിയിലായാലും ജീവിതത്തിലായാലും എവിടെയും സത്യസന്ധതയോടും നീതിബോധത്തോടും കൂടി പ്രവർത്തിക്കുവാൻ നമുക്കിടയാകണമെന്നുള്ളതാണ്. ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നമുക്ക് ആരെയും കബളിപ്പിക്കാനാവില്ല. മറ്റുള്ളവരുടെ അവകാശം അവർക്ക് നൽകുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായി തന്നെ നമ്മൾ താരതമ്യം ചെയ്യുകയും, പഴയ നിയമ കാലത്ത് ഇതൊക്കെയും ഒരു നിഴലായി സംഭവിച്ചു, അതിൽ നിന്ന് പുതിയ നിയമത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് സമൂഹത്തിൽ നമ്മൾ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. അപ്രകാരം കർത്താവിൻ്റെ ആ കൽപ്പനകൾക്കനുസരണമായി ജീവിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമോ.